ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ അത്യാവശ്യം തിക്കും നല്ല ടേസ്റ്റിയുമായിട്ട് എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ പായസം റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം പഞ്ചസാര ഇതേപോലെ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഞാനൊരു 250 to 300 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇതേപോലെ 1 ടീസ്പൂൺ നെയ്യോ ബട്ടറോ കാരമലൈസ് ചെയ്യുമ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് നല്ലൊരു ടിപ്പാണേ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കാരമലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളം ചേർക്കാതെ കാരമലൈസ് ചെയ്യുമ്പോൾ നല്ല പിങ്ക് കളർ കിട്ടും പായസത്തിന്. പക്ഷേ എനിക്ക് ടേസ്റ്റ് കുറച്ചും കൂടെ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഇതാ നമ്മളുടെ പഞ്ചസാര ഇവിടെ കാരമലായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് കേട്ടോ വരുന്നത് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ പായസത്തിന് ചെറിയൊരു യെല്ലോയിഷ് കളറായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. മൊത്തം 4 ലിറ്റർ പാലിനുള്ള പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ 1 ലിറ്റർ പാൽ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കാരമൽ കണ്ടില്ലേ, അത് കട്ടയായിട്ടുണ്ട്. ഇനി ഈ കട്ട ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് നമ്മുടെ പാലിനോട് ചേർന്ന് വരണം. അപ്പോൾ ഈ 1 ലിറ്റർ പാൽ ചൂടാകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അലിഞ്ഞ് വന്നോളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫുൾ പാൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ബാക്കിയുള്ള പാലും കൂടി നമ്മളുടെ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പാല് തിളയ്ക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊരു 100 ഗ്രാം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പാല് തിളയ്ക്കുന്നതിന് മുമ്പ് ഷുഗർ ചേർത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ പായസം കുറുകി വരുന്തോറും അതിനൊരു നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഷുഗർ ആഡ് ചെയ്യുക. ചിലരൊക്കെ സേമിയ ആഡ് ചെയ്തതിന് ശേഷമാണ് ഷുഗർ ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഒരു 50 ഗ്രാം ഷുഗർ ഉണ്ടല്ലോ, ആ ഷുഗറും ഒരു 4-5 ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ആ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ സേമിയ വറുത്തെടുക്കാം. ഞാനിവിടെ മൊത്തം ഒരു 325 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ലിറ്റർ പാലിന് അത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അതും ഒന്ന് നെയ്യിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത് അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ലതാണേ. ഇപ്പോൾ നമ്മുടെ സേമിയ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റാം. പിന്നെ നമ്മൾ സെയിം കടായിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളുടെ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ വറുത്ത് കോരിയിട്ട് എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിലെടുക്കുക കേട്ടോ. പാല്, പഞ്ചസാര, ഷുഗറിൻ്റെ ഒക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാഷ്യും കിസ്മിസൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ നേരം കൊണ്ട് നമ്മളുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പാലിങ്ങനെ തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം ഒരു 10-20 മിനിറ്റ്. അപ്പോഴേക്ക് നമ്മുടെ പാല് നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും. കുറച്ചൊന്ന് വറ്റുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു 50 ഗ്രാം ഷുഗറും ഏലക്കയും കൂടെ, നിങ്ങളുടെ അടുത്ത് ഡ്രൈ ജിഞ്ചർ ഉണ്ടെങ്കിൽ അതും ചെറിയൊരു പീസും കൂടി ഇട്ട് പൊടിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഡ്രൈ ജിഞ്ചറും ഏലക്കയും ഷുഗറും കൂടെ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇനി നമുക്ക് അത് മിക്സാക്കിയതിന് ശേഷം നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഒന്നിട്ട് കൊടുക്കുക. ഒന്നിച്ചൊറ്റ ഇടരുത്, അത് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി എന്തെങ്കിലും ഒരു കട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഫോക്കോ വെച്ചിട്ട് അതൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളുടെ സേമിയ നല്ലൊരു കറക്റ്റ് വേവ് വരണം. നമ്മൾ കയ്യിലെടുത്തിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഞെങ്ങാം. അതാണ് അതിൻ്റെ പരുവം. ആ ഒരു പരുവാവുന്നത് വരെ നമുക്കിതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നമ്മളുടെ സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കുക.
ഇതപ്പോൾ നമ്മളുടെ സേമിയ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റേജിൽ ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പായസത്തിൽ. അപ്പം എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കുക, അത് നമ്മുടെ ഒരു സ്വീറ്റിൻ്റെ ടേസ്റ്റ് കൂട്ടും. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷും കിസ്മിസും കൂടെ ഞാൻ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇത് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്താ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ പായസം അടച്ചു വയ്ക്കാം. കാരണം ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നേരം തിളപ്പിച്ചിട്ട് അടച്ചു വെച്ചാൽ വല്ലാണ്ട് തിക്കായി പോകും. അപ്പോൾ ഈ സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ പായസം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്താൽ കറക്റ്റ് തിക്നെസ്സിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.